വെൽക്കം. തായ്മാനാണ്. ആന്റിപ്ലേറ്റ്ലെറ്റ്സ് ഡ്രഗ്സ് വീഡിയോ സീരീസിലെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ, ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഡ്രഗ്സുകളെല്ലാം ക്ലാസിഫൈ ചെയ്തു. വി ക്ലാസിഫൈഡ് വേരിയസ് ഡ്രഗ്സ് ആൻഡ് എങ്ങനെയാണ് മനുഷ്യ ശരീരത്തിനകത്ത് രക്തം കട്ടപിടിക്കുന്നത്, അതിൽ പ്ലേറ്റ്ലെറ്റ്സ് അല്ലെങ്കിൽ ബിംബാണുക്കളുടെ റോൾ എന്താണ് എന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. എവിടെയെല്ലാമാണ് മരുന്നുകൾ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടു. സോ ഓൾമോസ്റ്റ് we know what's the mechanism. എങ്കിലും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ മരുന്ന്, ഈ ഗ്രൂപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ്പിരിൻ എന്നായിരിക്കും പറയുക. ആസ്പിരിൻ എന്ന മരുന്നാണ്. ദെൻ ക്ലോപ്പിഡോഗ്രൽ എന്ന് പറയുന്ന മരുന്നുണ്ട്, അതും വളരെ വൈഡായിട്ട് ഉപയോഗിക്കുന്ന മരുന്ന് തന്നെയാണ്. രണ്ടും കൂടിയും ഉപയോഗിക്കാറുണ്ട്. സോ നമ്മൾ ആസ്പിരിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആസ്പിരിൻ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോ ഡോസ് ആസ്പിരിൻ എന്ന ഹെഡിങ്ങിലാണ് നമ്മൾ കാരണം ആസ്പിരിന് വേറെയും ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. NSAID ആണ്, വീണ്ടും പറയും. NSAID എന്ന് വെച്ചാൽ വേദനാ സംഹാരികൾ, പനി, വീക്കമൊക്കെ കുറക്കുന്ന മരുന്നാണ്. അത്തരം ഉപയോഗങ്ങളെ പറ്റി നമ്മൾ അധികം ഇവിടെ പറയുന്നില്ല. വി ആർ ഫോക്കസിങ് ഓൺ പ്ലേറ്റ്ലെറ്റ് ആക്ഷൻ. ആസ്പിരിൻ പ്ലേറ്റ്ലെറ്റ് എന്ത് ചെയ്യുന്നു, അതുമൂലമുള്ള ഗുണങ്ങളെ പറ്റിയാണ് നമ്മൾ അധികവും ഇവിടെ പറയുക. ആസ്പിരിൻ പണ്ട് കാലത്തെ ഉപയോഗമുള്ള മരുന്നാണ്. ആസ്പിരിൻ ആയിരുന്നില്ല എന്ന് മാത്രം. പക്ഷേ അത് ക്രിക്കറ്റ് ബാറ്റൊക്കെ ഉണ്ടാക്കുന്ന വില്ലോ ബാർക്കിൽ നിന്ന് കിട്ടുന്ന സാലിസിലിക് ആസിഡ് ഒക്കെ ഉള്ള ചേർന്നിട്ടുള്ള മരുന്നുകളാണ്. വേദനയ്ക്കൊക്കെ വളരെ വൈഡായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നീടാണ് നമ്മൾ ആസ്പിരിൻ കണ്ടുപിടിക്കുന്നത്. ആസ്പിരിൻ കണ്ടുപിടിച്ചോടുകൂടി പിന്നെ ആസ്പിരിൻ മാത്രമായി. ആസ്പിരിന്റെ ഒരു യുഗമായി. വേദന, നീർക്കെട്ട്, ഇൻഫ്ലമേഷൻ, ആസ്പിരിൻ എടുക്കൂ, അത്രേ ഉള്ളൂ. ഏത് വേദന വന്നാലും, നീർക്കെട്ട് വന്നാലും, ഇൻഫ്ലമേഷൻ വന്നാലും ആസ്പിരിന്റെ ഒരു കാലഘട്ടമായിരുന്നു ആസ്പിരിൻ. പക്ഷേ ഏത് കാലഘട്ടമെങ്കിലും തുടർന്നു പോകത്തില്ല. 1960 ആയപ്പോഴത്തേക്കും, അതിനു മുമ്പേ ഒരാൾ രംഗത്തുണ്ട്. അയാളുടെ പേര് പാരസെറ്റമോൾ എന്നാണ്. പാരസെറ്റമോൾ ഉണ്ട്. പക്ഷെ 1950 ആയപ്പോഴത്തേക്കും പാരസെറ്റമോൾ അങ്ങോട്ട് ഡോക്ടർമാരെ ഹഠാതാകർഷിച്ചു. സംഭവം ക്ലിക്കായി. പിന്നീട് നമ്മുടെ ആസ്പിരിൻ ചരിത്രത്തിന്റെ മൂലയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആസ്പിരിൻ അപ്രത്യക്ഷമായി. പക്ഷെ ആസ്പിരിൻ പിന്നെ തിരിച്ചു വരുന്നത് 1980-കളിലാണ്. 1980-കളിൽ പിന്നെ ആസ്പിരിൻ ഒരു രാജകീയമായ ഒരു തിരിച്ചുവരവാണ് വരുന്നത്. അത് പക്ഷേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ NSAIDക്കല്ല. NSAIDക്ക് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പനി, വീക്കത്തിനൊക്കെ ആയിരുന്നു. ഇത് നമ്മൾ പിന്നെ ഉപയോഗിക്കുന്നത് രക്തം കട്ടപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആന്റി പ്ലേറ്റ്ലെറ്റ്, വീണ്ടും എഴുതുന്നില്ല, ആന്റി പ്ലേറ്റ്ലെറ്റ് ഉപയോഗം കണ്ടെത്തുന്നതോടുകൂടിയാണ് ഇപ്പൊ ആസ്പിരിൻ വീണ്ടും നമ്പർ 1 ആണ്. നമ്പർ 1 എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഏറ്റവും വൈഡായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകളിൽ ഒന്ന് ആസ്പിരിൻ തന്നെ ആയിരിക്കും. ദെൻ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടിരുന്നത്, വേദനയ്ക്കൊക്കെ ആസ്പിരിൻ ഉപയോഗിച്ചിട്ടിരുന്നത് ഏത് ഡോസാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പനിക്കൊക്കെ ആണെങ്കിൽ ഒരു 800 milligram ഒക്കെ മതിയാവും, ഓർ ബിലോ 1 gram ഒക്കെ മതിയാവും. പക്ഷെ വേദന, വീക്കം, അതിനൊക്കെ 2 to 5 grams ഒക്കെ ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആന്റി പ്ലേറ്റ്ലെറ്റിലോ അതിന്റെ 10 പോലും വേണ്ട, പരമാവധി 100 milligram തോതിലൊക്കെ മാറും. സോ ദോഷഫലങ്ങൾ, ആസ്പിരിൻ എന്തെങ്കിലുമൊക്കെ ദോഷഫലങ്ങൾ ഉണ്ടെങ്കിൽ അതും കുറവാണ്. സോ നൗ ആസ്പിരിൻ ഈസ് വൈഡ്ലി യൂസ്ഡ് ഡ്രഗ്. അപ്പം നമ്മുടെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ആസ്പിരിൻ? വൈ ആസ്പിരിൻ? അടിസ്ഥാനപരമായിട്ട് ആസ്പിരിൻ ഒരു NSAID ആണ് നമ്മൾ പറഞ്ഞു. NSAIDs വേറെ മരുന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രൂഫൻ NSAID ആണ്, ഡൈക്ലോഫെനാക് NSAID ആണ്, പാരസെറ്റമോളും വേണമെങ്കിൽ നമുക്ക് NSAID ഗ്രൂപ്പിൽ പെടുത്താം. ഇങ്ങനെ 100 കണക്കിന് NSAIDs ഇവിടെ അവൈലബിൾ ആകുമ്പോൾ വൈ വി ആർ നോട്ട് യൂസിങ് ദം ആൻഡ് ഓൺലി ആസ്പിരിൻ? എന്തുകൊണ്ട് ആസ്പിരിൻ മാത്രം ഉപയോഗിക്കും? ഇതൊരു കോക്സ് ഇൻഹിബിറ്റർ ആണ്. ആസ്പിരിൻ കോക്സ് ഇൻഹിബിറ്റർ ആണ്. ഒന്നിനെ തടയും, രണ്ടിനെയും തടയും. കോക്സ് 1 and 2. സോ കോക്സിനെ തടഞ്ഞു കഴിഞ്ഞാൽ രക്തം കട്ട പിടിക്കുന്നത് തടയാമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത്യാവശ്യം നല്ലതായിട്ട് വിശദമായിട്ട് പറഞ്ഞാണ്. കോക്സ് തടയുമ്പോൾ ത്രോംബോക്സിൻ A2 ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞു. ത്രോംബോക്സിൻ എന്തെല്ലാം ചെയ്യുന്നു അതെല്ലാം നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ അതുകൊണ്ട് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, മെക്കാനിസം ആക്ച്വലി ഡിസ്കസ് ചെയ്യുന്നത് വൈ വി ആർ യൂസിങ് ഓൺലി ആസ്പിരിൻ, മറ്റ് NSAIDs എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല, ഇതാണ് നമുക്ക് പ്രധാനമായിട്ട് അറിയാം. ഇപ്പൊ NSAIDs എല്ലാം കോക്സ് 1 തടയുന്നുണ്ട്, 2 തടയുന്നുണ്ട്, 1 2 തടയുന്നുണ്ട്, 2 മാത്രം തടയുന്നുണ്ട്. ഓക്കെ, സോ ആസ്പിരിൻ ഈസ് ഓൾസോ ഡൂയിങ് സെയിം. കോക്സ് 1 and 2 തന്നെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ് ആസ്പിരിൻ. എന്താണ് ആസ്പിരിന്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സപ്പോസ് ഇത് നമ്മളുടെ കോക്സ് എൻസൈം ആണെന്ന് വിചാരിക്കുക. കോക്സ് എൻസൈം ആണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആസ്പിരിൻ ഇതിനെ ബ്ലോക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ, സോ എൻസൈം ബ്ലോക്കർ ആണല്ലോ, ഇത് ആസ്പിരിൻ ആണെന്ന് വിചാരിക്കുക. ആസ്പിരിൻ തടഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ ആണ്. ഇറിവേഴ്സിബിൾ ഇൻഹിബിറ്റർ ആണ് ആസ്പിരിൻ. മറ്റേത് അങ്ങനെയല്ല, ഇറ്റ് ഈസ് ഡിഫറെന്റ്. ഇതിവിടെ തടഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവൻ വിട്ടുപോകും, ദൂരെ പുറത്തേക്ക് പോകും. ദാറ്റ് മീൻസ് ദിസ് വിൽ ബിക്കം ആക്റ്റീവ്. വീണ്ടും കുറച്ച് കഴിയുമ്പോൾ ആക്റ്റീവ് ആകും. സോ ദോസ് ഡ്രഗ്സ് ആർ
reversible COX inhibitor. So all other NSAIDs are reversible inhibitors, while only aspirin, acetyl salicylic acid is irreversible inhibitor എന്നാണ് നമ്മൾ ആദ്യത്തെ ആൻസർ ആയിട്ട് പറയുന്നത്. ഇനി അതെങ്ങനെയാണ് തടയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആസ്പിരിൻ ശരീരത്തിൽ വെച്ചിട്ട്, ആസ്പിരിൻ എന്ന് വെച്ചാൽ അസറ്റൈൽ സാലിസിലിക് ആസിഡ്, ദാറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻടു സാലിസിലിക് ആസിഡ് ആയിട്ട് മാറും. അപ്പൊ അതിലുള്ള അസറ്റേറ്റ് ഗ്രൂപ്പ് മാറും. ഈ അസറ്റേറ്റ് വന്നിട്ട് ഇവിടെ കോക്സിന്റെ എവിടെയെങ്കിലും ഇറിവേഴ്സിബിൾ ആയിട്ട് പിടിക്കും. സോ ദാറ്റ് വിൽ അസറ്റൈലേറ്റ് ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് കോക്സ്. അസറ്റിലേഷൻ നടക്കും, പിന്നെ കോക്സ് ഒരു പണിക്കും കൊള്ളാത്ത അവസ്ഥയിലേക്ക്. ഓക്കെ, സോ ദാറ്റ് മെക്കാനിസം ഓഫ് ആക്ഷൻ, ഇറിവേഴ്സിബിൾ അസറ്റിലേഷൻ ഓഫ് കോക്സ്. അതാണ് അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ കോക്സിനെ എവിടെയൊക്കെ വെച്ചാണ് ആസ്പിരിൻ തടയുക എന്നുള്ളതാണ്. നമ്മൾ രക്തം കട്ടപിടിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ 2 സ്ഥലങ്ങളെ പറ്റി മാത്രം പറഞ്ഞുള്ളൂ. ഒന്ന് രക്തക്കുഴലുകളുടെ അകത്തുള്ള പ്ലേറ്റ്ലെറ്റ്സ്. ഇതാണ് പ്ലേറ്റ്ലെറ്റ്സിൽ കോക്സിനെ തടയുക, അല്ലെങ്കിൽ കോക്സിന്റെ ആക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കണ്ടത് ഇവിടെയാണ്. ഓക്കെ, ഇത് രണ്ടുമാണ് നമുക്ക് പ്രധാനപ്പെട്ട സൈറ്റ്. എങ്കിലും ശരീരത്തിലെ എല്ലാ സെല്ലുകളിലും ഈ കോക്സ് ഉണ്ട് എന്ന കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഒന്ന് പ്ലേറ്റ്ലെറ്റ്സുകൾ തടയാം, 2 എൻഡോത്തീലിയൽ സെൽസ്. ഈ സെല്ലിനെ നമ്മൾ വിളിക്കുക എൻഡോത്തീലിയൽ സെൽസ് എന്നാണ്, എൻഡോത്തീലിയൽ സെൽ. സോ പ്ലേറ്റ്ലെറ്റ്സിൽ തടയുമ്പോഴത്തേക്കും ഓക്കെ, ത്രോംബോക്സൈൻ A2 ഉണ്ടാവുന്നില്ല. ത്രോംബോക്സൈൻ A2 ഉണ്ടാവാത്താകുമ്പോഴത്തേക്കും നോ ത്രോംബോക്സൈൻ A2. അപ്പൊ അതുകൊണ്ട് പ്ലേറ്റ്ലെറ്റ്സ് കട്ട പിടിക്കില്ല. ദാറ്റ്സ് ഓക്കെ, നമുക്ക് അംഗീകരിക്കാം. പക്ഷെ ഇവിടെ തടഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇവിടെ തടഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം അങ്ങനെയല്ലോ. ഇവിടെ രക്തം, ഈ പ്ലേറ്റ്ലെറ്റ്സ് ഇവിടെ ഒട്ടിപ്പിച്ചേരാത്തതിന് കാരണം എന്താണ് നമ്മൾ പറഞ്ഞത്? അവിടെ പ്രോസ്റ്റാസൈക്ലിൻ, PGI, പ്രോസ്റ്റാഗ്ലാൻഡിൻ I2 നമ്മൾ പ്രോസ്റ്റാസൈക്ലിൻ എന്ന് പറയാം, നൈട്രിക് ഓക്സൈഡ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞത്. ഈ PGI2 എങ്ങനെയാണ് ഉണ്ടാവുക? PGI2 ഉണ്ടാവണമെങ്കിൽ അതിൽ കോക്സ് ആക്ട് ചെയ്യണം. സോ കോക്സ് ആക്ഷൻ നടക്കുമ്പോഴാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ ഉണ്ടാവുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. സോ ആസ്പിരിൻ ഇവിടെയും തടയും, ഇവിടെയും തടയും. ഇവിടെ തടയുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ തടയുമ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന PGI2 ഇല്ലാതെയാവും. സോ ഇവിടെ ആസ്പിരിൻ ദോഷകരമായിട്ടാണ് വർക്ക് ചെയ്യുക. ആസ്പിരിൻ നമുക്ക് ഇവിടെ ഗുണമില്ല, പക്ഷെ ഇവിടെ ഗുണമുള്ളതായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. നമുക്കൊന്ന് പ്ലേറ്റ്ലെറ്റ്സ് വരയ്ക്കാം. പ്ലേറ്റ്ലെറ്റ്സിന് നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ പ്ലേറ്റ്ലെറ്റ്സ് വരയ്ക്കും. നമ്മൾ ഒരിക്കലും ന്യൂക്ലിയസ് വരയ്ക്കില്ല. പ്ലേറ്റ്ലെറ്റ്സിൽ നമ്മൾ ഗ്രാന്യൂൾസ്, ഇവിടെ ഗ്രാന്യൂൾസ് ഉണ്ട്. ഈ ഗ്രാന്യൂൾസിൽ ADP ഉണ്ട്, 5HT ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ന്യൂക്ലിയസ് ഇല്ല. ദർ ഇസ് നോ ന്യൂക്ലിയസ് ഫോർ ദിസ് പ്ലേറ്റ്ലെറ്റ്. പ്ലേറ്റ്ലെറ്റിന് ന്യൂക്ലിയസ് ഇല്ലെങ്കിൽ എന്താണ്? ഇവിടെയാണ് ഇപ്പോൾ കോക്സ് എൻസൈം കിടക്കാന്ന് വെച്ചു. ഇവിടെയൊക്കെ കോക്സ് എൻസൈംസ് ഉണ്ട് എന്നും കരുതുക. ഓക്കെ, സോ പ്ലേറ്റ്ലെറ്റിന് ന്യൂക്ലിയസ് ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇപ്പോൾ നമ്മുടെ ആസ്പിരിൻ കൊടുത്തു, ആസ്പിരിൻ ഇവിടെ കയറി കോക്സിനെ തടഞ്ഞു, ഇതിനെയും തടഞ്ഞു. ഉള്ള കോക്സിനെ എല്ലാം ഇറിവേഴ്സിബിൾ ആയിട്ട് തടയും. എത്ര ദിവസമുണ്ട് പ്ലേറ്റ്ലെറ്റിന്റെ ജീവിതം? പരമാവധി ഒരു 10 ദിവസമാണ്, 10 days അല്ലെ? ഈ 10 days അപ്പോൾ ഇതിനെ ഒരിക്കൽ തടഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് 10 ദിവസത്തേക്ക് പിന്നെ പ്ലേറ്റ്ലെറ്റ് ആ ജീവനുള്ളിടത്തോളം കാലം പ്ലേറ്റ്ലെറ്റിന്റെ ആക്ഷൻ വല്ല നടക്കൂ? ഇല്ല. സോ ദർ ഇസ് നോ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ നടക്കുന്നില്ല. സോ ഇതാണ് പ്ലേറ്റ്ലെറ്റ്സിന്റെ ഇതിന്റെ മെക്കാനിസം ആക്ഷൻ. നോ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ. സോ ദിസ് ഇസ് ഗുഡ്. പക്ഷേ ഇവിടെ തടയുമ്പോൾ എന്താ സംഭവിക്കുക? ദർ ഇസ് നോ PGI2 ഇല്ലാതെയാകും. PGI2ന്റെ എമൗണ്ട് കുറയുമ്പോഴത്തേക്കും രക്തം പ്ലേറ്റ്ലെറ്റ്സുകൾ ഇവിടെ വന്ന് ഒട്ടിച്ചേരാനുള്ള സാധ്യത കൂടുകയാണ്. പക്ഷേ നമുക്ക് ഈ സെല്ലെന്ന് വരയ്ക്കാം. എൻഡോത്തീലിയൽ സെൽസ് നമുക്ക് വരയ്ക്കാം. എൻഡോത്തീലിയൽ സെൽസിന്റെ പ്രത്യേകത ഉണ്ടാവും. ഇറ്റ് ഹാസ് ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ അതിനകത്ത് എന്തുണ്ട്? DNA ഉണ്ട് അല്ലെ? DNA ഉണ്ട്. വാട്ട് ഈസ് ദിസ് കോക്സ്? കോക്സ് ഇസ് എ പ്രോട്ടീൻ. ഇതൊരു പ്രോട്ടീൻ ആണ്, ഒരു എൻസൈം ആണ്. സോ ഈ പ്രോട്ടീൻ ഉണ്ടാക്കിയെടുക്കാൻ എവിടുന്ന? ന്യൂക്ലിയസിൽ നിന്ന്. ഇവിടെ ഇപ്പൊ ഇതിന് തടഞ്ഞു, ആസ്പിരിൻ തടഞ്ഞു കഴിഞ്ഞാലും വീണ്ടും നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. വൺസ് ഇത് തടഞ്ഞു, ഓക്കെ, ഇതിന്റെ പണി തീർന്നാൽ ന്യൂക്ലിയസിന് എന്ത് ചെയ്യാം? വീണ്ടും പുതിയ കോക്സ് ഉണ്ടാക്കിയെടുക്കാം. സോ കോക്സ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ PGI2 ഉണ്ടാക്കും. സോ ഇതിനിപ്പോ തടഞ്ഞു, അത് എന്നേക്കുമായി റിവേഴ്സിബിളി നശിപ്പിച്ചാലും പുതിയ കോക്സ് ഉണ്ടാവുകയും ഈ കോക്സ് വെച്ചിട്ട് PGI2 ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. സോ അൾട്ടിമേറ്റ്ലി എന്താ സംഭവിക്കുക? ഇവിടെ ത്രോംബോക്സൈൻ A2 തുടർച്ചയായിട്ട് കുറയുകയും മരുന്ന് തുടർച്ചയായിട്ട് കൊടുക്കുമ്പോൾ പ്രോസ്റ്റാഗ്ലാൻഡിൻ I2 ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതിനെ വലിയ കാര്യമായിട്ട് ബാധിക്കുന്നില്ല, ബിക്കോസ് ഇറ്റ്സ് എ ന്യൂക്ലിയേറ്റഡ് സെൽ. അപ്പൊ എന്താ സംഭവിക്കുക? ഇത് തമ്മിലുള്ള ഈ ത്രോംബോക്സൈൻ ടു PGI2 ഇവ തമ്മിലുള്ള ബാലൻസിൽ ഇയാളാണ് മുന്നിട്ട് നിൽക്കുന്നത്. സോ ഇതൊട്ടുമില്ല. ദിസ് ഇസ് ഡൺ ഫോർ എവർ. ഒരിക്കലുമില്ല. പുതിയ പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടാവുന്നു, അവ ആസ്പിരിൻ കൊടുക്കുന്നു, അത് തടഞ്ഞു. അവന്റെ ജീവിതകാലം മൊത്തം കോക്സ് ഇല്ല. സോ ഇവിടെ പ്ലേറ്റ്ലെറ്റ്സ് പിന്നെ വർക്ക് ചെയ്യുന്നേ ഇല്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇത് വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. സോ ദിസ് ബെനിഫിഷ്യൽ എഫക്ട് ഈസ് മെയിൻറ്റെയിൻ. ഓക്കെ, സോ റേഷ്യോ ഈസ് ഷിഫ്റ്റഡ് ടുവേർഡ്സ് PGI2. ഇങ്ങോട്ടേക്കാണ് ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, ഇത് താഴത്തേക്ക് പോവുകയും ഇത് മുകളിലേക്ക് പോവുകയും ചെയ്യും. സോ ഒട്ടുമില്ലാതാവുകയല്ല, ഇത് കൂടുകയും. സോ ദിസ് ഇസ്
തിങ് ഹാപ്പനിങ് വെൻ വി ഗീവ് ആസ്പിരിൻ. ആസ്പിരിൻ കൊടുക്കുമ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആസ്പിരിൻ കൊടുക്കാവുന്നത്. ഇതും കൂടി തടയുകയാണെങ്കിൽ ആസ്പിരിന് വലിയ ഗുണങ്ങൾ കിട്ടുമായിരുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ മറ്റ് NSAIDs എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ മറ്റ് NSAIDsനെ കുറിച്ച് പറയാം. മറ്റ് NSAIDs എന്താണ്? മറ്റ് NSAIDs ഒക്കെ കോക്സിന് തടയുന്നു, കുറച്ച് തടയുന്നു, പിന്നീട് വീണ്ടും അത് വിട്ടുപോകും. അല്ല, ദിസ് വിൽ വിട്ടുപോകും. കാരണം അത് റിവേഴ്സിബിൾ ആണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പ്ലേറ്റ്ലെറ്റ് പിന്നെയും വർക്ക് ചെയ്യും, പ്ലേറ്റ്ലെറ്റ് വീണ്ടും കട്ട പിടിക്കാൻ സാധിക്കും. ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. മരുന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആക്ഷൻ തീരും, പ്ലേറ്റ്ലെറ്റ് കട്ട പിടിക്കും. ഇവിടെയും അത് തന്നെയാണ് അവസ്ഥ. സോ ഇവിടെ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളില്ല. എങ്കിലും ഇവിടെ നോക്കുക, ഇവിടെ ത്രോംബോക്സിനേറ്റ് കാര്യമായിട്ട് കുറയുന്നില്ല. സോ ആസ്പിരിൻ ക്യാൻ ഡു ബോത്ത്. രണ്ടും ചെയ്യാൻ പറ്റും. ഇവിടെ ഇത് കുറയ്ക്കുകയും ചെയ്യും, ഇതിവിടെ കൂട്ടുകയും ചെയ്യും. സോ ദാറ്റ്സ് വൈ വി ഗീവ് ഓൺലി ആസ്പിരിൻ മാത്രമാണ് കൊടുക്കുക. നോ അതർ NSAID. വേറെ ഒരു NSAIDsഉം നമ്മൾ കൊടുക്കാറില്ല. എന്തിനു വേണ്ടിയിട്ട്? ആന്റി പ്ലേറ്റ്ലെറ്റ്, രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ട് മറ്റ് NSAIDs ഒന്നും ഉപയോഗിക്കാറില്ല. വേറെ ഏതെങ്കിലും മരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മരുന്നിന്റെ പേര് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ട്രൈഫ്ലൂസാൽ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ഇന്ത്യയിൽ അവൈലബിൾ അല്ല. EMA അംഗീകരിച്ചിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ ഒക്കെ ഒറ്റയ്ക്ക് കൊടുക്കാനായിട്ട് അംഗീകരിച്ചിട്ടുള്ള മരുന്നാണ്. വൈഡ് മെക്കാനിസം ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കുറെ മെക്കാനിസംസ് ഒക്കെ ഉണ്ട്. സോ ഇതൊരു ആസ്പിരിൻ പോലെയുള്ള ഒരു മരുന്നാണ്. ബാക്കി ഒരു NSAIDsഉം ഈ ഉപയോഗത്തിന് ഉപയോഗിക്കുന്നില്ല. സോ ഇപ്പോൾ എന്തുകൊണ്ടാണ് ആസ്പിരിൻ മാത്രം ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. സോ ആസ്പിരിൻ ഈസ് യൂസ്ഡ് ആസ് ആൻ ആന്റി-പ്ലേറ്റ്ലെറ്റ് ഡ്രഗ്. നോ അതർ NSAID ഈസ് യൂസ്ഡ് ആസ് ആന്റി-പ്ലേറ്റ്ലെറ്റ്. ഇനി നമുക്ക് ഉപയോഗമാണ് പറയേണ്ടത്. ഉപയോഗം പറയുന്നതിന് മുമ്പ് വെരി ഇമ്പോർട്ടൻറ്റ്, ഞാൻ ആ ഡോസിനെ കുറിച്ച് ഒന്ന് പ്രധാനമായിട്ടൊന്ന് പറയട്ടെ. ബിക്കോസ് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വേദന, പനി, ഇൻഫ്ലമേഷൻ അതിനൊക്കെ ഉപയോഗിക്കുന്ന അളവിലല്ല ഈ മരുന്ന് കൊടുക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ മരുന്ന് കൊടുക്കുന്നത് ലോ ഡോസ് ആസ്പിരിൻ എന്നാണ്. ലോ ഡോസ് ആസ്പിരിൻ ഓർ ബേബി ആസ്പിരിൻ എന്നും പറഞ്ഞേക്കാം. ബേബി ആസ്പിരിൻ എന്നും പറയാം. സോ അതിന്റെ ഡോസ് എത്രയാണെന്ന് വെച്ചാൽ പരമാവധി 75 മുതൽ 350 വരെയാണ്. ഇപ്പൊ 325 പറയുന്നത്. എന്നാലും എനിവേ മാക്സിമം 325 to 350 ഇതാണ് പരമാവധി ഡോസ്. എങ്കിലും നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഒരു 100നും 150നും ഇടയിലായിരിക്കും. മിക്കവാറും 100 മില്ലിഗ്രാമിൽ താഴെയുമായിരിക്കും. 100 മില്ലിഗ്രാമിൽ താഴെ ആയിരിക്കും നമ്മുടെ ഡോസ്. 75 81 അങ്ങനെയൊക്കെയുള്ള ഡോസ് ആയിരിക്കും. സോ അത് നമ്മൾ ലോ ഡോസ് ആസ്പിരിൻ എന്നാണ് പറയുക. അപ്പൊ എന്താണ് ഗുണമെന്ന് വെച്ചാൽ നമ്മൾ മറ്റേത് 5 ഗ്രാം അല്ലെങ്കിൽ 1 ഗ്രാം ഒക്കെ 2-3 നേരമൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് എന്താണ് അതിന്റെ എല്ലാ ടോക്സിസിറ്റി ഉണ്ടാവും. അതിന് ഒരുപാട് ടോക്സിറ്റി ഉണ്ട്. ആ ടോക്സിറ്റി എന്തൊക്കെയാണ് നമ്മളിവിടെ ആദ്യം പറയുന്നില്ല. ബിക്കോസ് നമ്മളിവിടെ 75 മില്ലിഗ്രാമിൽ കൊടുക്കുന്ന കാര്യം മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഗുണമാണ്. അങ്ങനെയുള്ള ടോക്സിറ്റി മിക്കവാറും പലതും കുറയും. സോ വെരി സേഫ്, വളരെ സേഫ് ആയിട്ടുള്ള ഒരു മരുന്നാണ് ആസ്പിരിൻ. ദെൻ ആസ്പിരിന്റെ വേറൊരു പ്രത്യേകത വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഈസ് വെരി ലോ. ഇപ്പോൾ ക്ലോപ്പിഡോഗ്രലിന്റെ വിലയൊക്കെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ കുറവാണ്. ഓക്കെ, സോ പേഷ്യൻസിൽ ഒരുപാട് ഗുണമുണ്ട്. സോ ദാറ്റ്സ് വൈ ദ ഡോക്ടേഴ്സ് ആർ പ്രിസ്ക്രൈബിംഗ്. ഡോക്ടേഴ്സിന് ആസ്പിരിൻ ഉപയോഗിക്കുന്നത് ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഗുണമുണ്ട്, വിലയും കുറവാണ്, ദോഷഫലവും കുറവാണ്. കാരണം നമ്മൾ 100 മില്ലിഗ്രാം ഒക്കെ ദിവസം ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഉപയോഗങ്ങളെ കുറിച്ചിട്ടാണ് പറയേണ്ടത്. അടിസ്ഥാനപരമായിട്ട് രക്തം ബ്ലഡ് വെസൽസിൽ, ഇത് ബ്ലഡ് വെസൽ ആണെങ്കിൽ രക്തം എവിടെയെങ്കിലും കട്ട പിടിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ രക്തം കട്ട പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാനായിട്ട്, ഇങ്ങനെയുള്ള കട്ടപിടുത്തം ഒഴിവാക്കുക, അതിന് വേണ്ടിയിട്ട് ഇപ്പം കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ, പെട്ടെന്ന് കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട്, അലിയിക്കാനല്ല, അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് കൊടുക്കാം. സോ ഇമ്മീഡിയറ്റ് ആയിട്ടും കൊടുക്കാം നമുക്ക്. ഉദാഹരണം ഡ്രഗ് ഓഫ് ചോയ്സ് എവിടേക്കാണ് കൊടുക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ MI എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയാഘാതം. ഇപ്പോൾ നമ്മൾ ഹൃദയം വരയ്ക്കുകയാണെങ്കിൽ, ഇത് ഹൃദയമാണെങ്കിൽ, ഓക്കെ, ഇത് ഹൃദയം വരയ്ക്കുകയാണെങ്കിൽ ഹൃദയത്തിന്റെ ബ്ലഡ് വെസൽ ഇങ്ങനെ പോവുകയാണ്, ഇങ്ങോട്ടേക്ക് വരണം, അല്ല 2 പോകുന്നു, പിന്നെ അതിന്റെ ബ്രാഞ്ചസ്. സോ ഇവിടെ ഒരു കട്ട പിടിക്കാന്ന് ആയിരിക്കും, നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അർജന്റ് ആയിട്ട് കൊടുക്കാം. സോ ഇൻ അക്യൂട്ട് കേസിൽ കൊടുക്കാം. അക്യൂട്ട് കേസിൽ കൊടുക്കുമ്പോൾ നമ്മൾ ഹൈ ഡോസിലാണ് കൊടുക്കുക. ദാറ്റ് മീൻസ് 325 മില്ലിഗ്രാം. ഇപ്പൊ നമ്മുടെ കയ്യിൽ അപ്പോൾ ഈ മരുന്ന് ഇല്ല എന്ന് വിചാരിക്കുക. നമുക്ക് 2 ഡിസ്പിരിൻ വീട്ടിലുണ്ടെങ്കിൽ 4 ഡിസ്പിരിൻ എടുത്താൽ കഴിക്കുക. ഡിസ്പിരിൻ പല്ലുവേദനയ്ക്കൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കുന്ന, വെള്ളത്തിൽ അലിയിക്കുന്നതാണ്, ആ വെള്ളത്തിലിട്ട് അങ്ങ് കുടിക്കാം. ഓക്കെ, സോ ഹൃദയത്തിലെ രക്തക്കുഴലിൽ രക്തം പിടിച്ച് ഹൃദയത്തിന് രക്തം കിട്ടാതെ വരുന്ന വെരി സീരിയസ് കണ്ടീഷനാണ് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ ഓർ നമ്മൾ പറയുന്ന ഹൃദയാഘാതം. സോ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കാം. ദെൻ ഇമ്മീഡിയറ്റ് ആയിട്ട് മാത്രമല്ല, അങ്ങനെ വന്നു, ആശുപത്രിയിലെത്തി, ഈ രോഗിയെ പറഞ്ഞു വിടുമ്പോഴത്തേക്കും ഇനി വരരുതല്ലോ, ഇനി ഇങ്ങനെ ഒരു പ്രശ്നം ഈ രോഗിക്ക് വരരുത്. സോ അത് ശിഷ്ട ജീവിതത്തിൽ ഇത് വരാതിരിക്കാനായിട്ട്, രക്തക്കൊല്ലുകൾ കട്ട പിടിക്കാതിരിക്കാൻ, ഇവിടെയൊക്കെ ഇങ്ങനെ രക്തക്കൊല്ലുകൾ ഇങ്ങനെ കട്ട പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ കൊടുക്കുക. സോ അതിന് നമ്മൾ പറയുക ഇൻ സെക്കൻഡറി പ്രൊഫൈലാക്സിസ്, തടയാനാണ്. വീണ്ടും ഒരു MI ഇതേ പ്രശ്നം മൂലം വരരുത്, അതിന് കൊടുക്കുക. അപ്പൊ നമ്മൾ കഴിക്കേണ്ടത് ലൈഫ് ലോങ് കഴിക്കേണ്ടി വരും. ലൈഫ് ലോങ് ആയിരിക്കും നമ്മൾ ഈ മരുന്നുകൾ പിന്നീട് കഴിക്കുക. സോ ഡോസ് എത്രയാണ്? വീണ്ടും ഞാൻ പറയാം, ബിലോ 100 മില്ലിഗ്രാം അത്രയും കഴിച്ചാൽ. ഇനി സെയിം കണ്ടീഷൻ, ഇപ്പൊ ഇത് ഹൃദയമാണ്, ഇനി നമ്മൾ തലച്ചോറ് വരയ്ക്കുകയാണെങ്കിലും, അല്ലെ, തലച്ചോറ് വരയ്ക്കുകയാണെങ്കിലും അവിടെ ഇതേപോലെ രക്തക്കുഴലില് ഒരു ബ്ലീഡിങ് ഉണ്ടായെന്ന് വിചാരിക്കും. സെയിം കണ്ടീഷൻ. സോ തലച്ചോറിലാകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് സ്ട്രോക്ക് എന്ന വാക്കായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. സ്ട്രോക്കിലും നമ്മൾ ആസ്പിരിൻ കൊടുക്കുക, വീണ്ടും
തുടർച്ചയായിട്ട് നമ്മൾ ലൈഫ് ലോങ് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും സ്ട്രോക്ക് ഇങ്ങനെ വരാനുള്ള ചാൻസ് കുറയും. സോ ഇൻ സ്ട്രോക്ക് എന്ന് വെച്ചാൽ തലച്ചോറിൽ രക്തം കട്ട പിടിക്കുന്നതിനാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയും. സോ വീണ്ടും ചാൻസ് ഒഴിവാക്കാം. ഹീമോലിറ്റിക് കണ്ടീഷനായാലും ഇഷ്കീമിക് കണ്ടീഷനായാലും ഏത് കണ്ടീഷൻസിലായാലും നമുക്ക് കൊടുക്കാം. ഇനി മൂന്നാമത് ഇപ്പൊ ഇതൊരു കാലാണെന്ന് വിചാരിക്കുന്നത്, കാലിലുള്ള രക്തക്കൊഴലിൽ ഇങ്ങനെ കട്ട പിടിച്ചാലോ അവിടെയും കൊടുക്കാം. സോ ഇൻ പെരിഫറൽ വാസ്കുലാർ ഡിസീസസ്, ബർഗേഴ്സ് ഡിസീസ് എന്നാണ് അതിന് പേര്, ബർഗേഴ്സ് ഡിസീസ്. ഓക്കെ, ഇങ്ങനെയുള്ള കണ്ടീഷൻസിലും നമുക്ക് കൊടുക്കാം. ഇവിടെ രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ആസ്പിരിൻ കൊടുക്കാം. സോ ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് എഴുതാം. ഇതെല്ലാം ബ്ലീഡിംഗ് രക്തം കട്ട പിടിക്കുന്നതിനും കട്ട പിടിക്കുന്നത് തടയാനുമായിട്ടുള്ള ഉപയോഗങ്ങൾ തന്നെയാണ്. ഇനി ഇങ്ങനെയുള്ള പേഷ്യൻസ്, ഏതൊക്കെ പേഷ്യൻസിനാണ് ഇങ്ങനെ രക്തം കട്ട പിടിക്കാൻ ചാൻസ് കൂടുതലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോണിക് ആയിട്ട് വർഷങ്ങളായിട്ട് ഡയബറ്റീസ് മെലിറ്റസ് ഉള്ള, അത് കൺട്രോളിലാണെങ്കിലും അത് കൂടുതലായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ദെൻ രക്തക്കുഴലുകൾ, ഇത് ഞാൻ വരച്ചത് അത്തീറോസ്ക്ലീറോസിസ് ആണ്, കൊളസ്ട്രോൾ ഒക്കെ കൊണ്ടുണ്ടാകുന്ന രോഗം എന്നായിരിക്കും പറയപ്പെടുന്നത്. സോ എന്തായാലും അത്തീറോസ്ക്ലീറോസിസ് രോഗികൾ, ഇപ്പോൾ സ്റ്റാറ്റിൻ പോലെയുള്ള മരുന്നുകൾ കഴിക്കുന്ന രോഗികൾ, സോ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരിലും ഡെഫിനറ്റ് ആയിട്ട് ഡോക്ടർ വിൽ ഗോ ഫോർ ആസ്പിരിൻ എഴുതിയിരിക്കും. അവർക്ക് ആസ്പിരിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ എങ്ങാനും വന്ന് അത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഒഴിവാക്കുക, അതാണ് നമ്മുടെ ആവശ്യം. ഇനി ഹൃദയത്തിൽ ഇപ്പോൾ ഒരു വാൽവ്, ഇവിടെ വാൽവ് ഉണ്ട്, ഇങ്ങോട്ടേക്ക് പോകുന്ന രക്തക്കുഴൽ ഇവിടെയൊക്കെ വാൽവ് ഉണ്ടല്ലോ, ഈ വാൽവിനൊക്കെ എന്തെങ്കിലും നമ്മൾ പണി ചെയ്യാണ്, ഓക്കെ, ശസ്ത്രക്രിയൊക്കെ ചെയ്യാണ്, അപ്പോഴും അവിടെ വന്ന് ബ്ലഡ് ഇങ്ങനെ കട്ട പിടിക്കാൻ നമുക്ക് ഇഷ്ടമല്ല. ദെൻ ബൈപ്പാസ് സർജറി ചെയ്യുമ്പോൾ അവിടെയും രക്തം കട്ട പിടിക്കാൻ പാടില്ല അല്ലെ. ദെൻ ഇവിടെ എവിടെയെങ്കിലും സ്റ്റെൻഡ് ഇടുകയാണെന്ന് വെച്ചാൽ, സ്റ്റെൻഡ് നമ്മൾ ഇടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തക്കൊഴലുകൾ സ്റ്റെൻഡ് ഇടുകയാണെങ്കിൽ അവിടെയും കട്ട പിടിക്കാൻ പാടില്ല. സോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മരുന്ന് കൊടുക്കേണ്ടി വരും, സ്ഥിരമായിട്ട് ജീവിതകാലം മൊത്തം കഴിക്കേണ്ടി വരും. സോ ആദ്യകാലത്ത് കുറച്ച് കൂടുതൽ ഹൈ ഡോസിലായിരിക്കും കൊടുക്കുക, പിന്നീട് അത് കുറച്ച് കൊണ്ടുവരും. ഓക്കെ, മിക്കപ്പോഴും ഇതിനൊക്കെ ക്ലോപ്പിഡോഗ്രൽ എന്ന് പറയുന്ന മരുന്നുകൾ കൂടി ഉപയോഗിക്കുന്നുണ്ടാവും. ഇനി വേറൊരു യൂസ്, സാധാരണ രീതിയിൽ ഗർഭിണികളിൽ ഇത് ഉപയോഗിക്കാറില്ല, ഗർഭിണികളിൽ ഈ മരുന്ന് കൊടുക്കാറില്ല എന്നുള്ളതാണ് നമ്മൾ പറയുക. പക്ഷേ ഗർഭിണികളിൽ ചിലപ്പോൾ പ്രീ എക്ലാംസിയ കണ്ടീഷൻ വരെയാണ്. പ്രീ എക്ലാംസിയ എന്ന് വെച്ചാൽ ഹൈ ബി പി കൂടിയിട്ട് വേറെ പല പ്രശ്നങ്ങളാണ്. അങ്ങനത്തെയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള പ്രശ്നത്തുണ്ടെങ്കിൽ അത് തടയാനായിട്ട് ആസ്പിരിൻ ലോ ഡോസ് കൊടുത്തേക്കും. സോ പ്രീ എക്ലാംസിയ സാധ്യതയുള്ള ആൾക്കാരിൽ, വരുന്ന ആൾക്കാരിലൊക്കെ കൊടുക്കും. ഇനി പരീക്ഷയ്ക്ക് എഴുതാൻ എന്തൊക്കെ, ഇത് ഞാൻ മലയാളത്തിലൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെ കൊടുക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് എഴുതാവുന്ന അക്യൂട്ട് കൊറോണറി സിൻഡ്രോമിന് കൊടുക്കാമെന്ന് എഴുതാം, 2 അക്യൂട്ട് ഇഷ്കീമിക് സ്ട്രോക്കിന് കൊടുക്കാമെന്ന് എഴുതാം. ദെൻ പ്രിവെൻഷൻ സെക്കൻഡറി പ്രിവെൻഷൻ ഓഫ് CVD, എല്ലാത്തരം CVD നമ്മൾ പറഞ്ഞു, MIക്ക് കൊടുക്കാം, സ്ട്രോക്കിന് കൊടുക്കാം, ദെൻ പെരിഫറൽ വാസ്കുലാർ ഡിസീസസിന് കൊടുക്കാം. ഓക്കെ, സോ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ഡിസീസസിനും നമുക്ക് കൊടുക്കാം. ഇനി ഒരു ഉപയോഗം സ്ഥിരമായിട്ട് പറഞ്ഞേക്കുന്നതാണ് ക്യാൻസർ കുറയ്ക്കാൻ ആസ്പിരിൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അത് ആകെ പഠനം നടന്നിട്ടുള്ളത് കോളോറെക്ടൽ ക്യാൻസർ അല്ലെങ്കിൽ കൊളോണിക് അഡിനോമ പോലെയുള്ള കേസുകളിലാണ് ആകെ പഠനങ്ങൾ നടന്നത്. പക്ഷേ അതിൽ ഗുണകരമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഏത് ഡോസിൽ എങ്ങനെയൊക്കെ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും തീർച്ചയായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അമേരിക്കയിലുള്ള ക്യാൻസർ സൊസൈറ്റി, ഏറ്റവും പ്രധാനപ്പെട്ട ക്യാൻസർ സൊസൈറ്റികളൊന്നും ഈ ഉപയോഗം അപ്രൂവ് ചെയ്തിട്ടില്ല ഇതുവരെ. സോ ദിസ് ഇസ് നോട്ട് അപ്രൂവ്ഡ്. പക്ഷേ ഉപയോഗിച്ചേക്കാം, ബിക്കോസ് എത്ര ഡോസിൽ എങ്ങനെ കൊടുത്താലാണ് തടയുന്ന അറിയില്ലല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെയുള്ള ചാൻസ് ഉള്ള ആൾക്കാരാണോ എന്നറിയില്ല. സോ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഡിസ്പ്യൂട്ട്. അതുകൊണ്ട് ക്യാൻസർ തടയും എന്ന് കരുതി ആരും ഇത് കഴിക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് ഇപ്പോൾ ഉള്ള നിഗമനം. അപ്പൊ ഇനി ദോഷഫലങ്ങളെ പറ്റിയാണ് പറയേണ്ടത്. അഡ്വേഴ്സ് എഫക്ട് എന്ന് നമ്മൾ പറയും. അഡ്വേഴ്സ് എഫക്ട് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? ഒന്ന്, രക്തം കട്ട പിടിക്കാത്ത മരുന്നാണ്. രക്തം കട്ട പിടിക്കാതിരിക്കുമ്പോഴത്തേക്കും രക്തസ്രാവ സാധ്യത, സോ ബ്ലീഡിംഗ് ടെൻഡൻസി തന്നെ ആയിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ബ്ലീഡിംഗ് ടെൻഡൻസി ഓർ ബ്ലീഡിംഗ് ഉണ്ടാക്കാം, അത് തന്നെ ഉണ്ടായാൽ പറ്റൂ, കാരണം അതാണ് അതിന്റെ ആക്ഷൻ. സോ ഈ ഗ്രൂപ്പിലെ എല്ലാ മരുന്നുകൾക്കും ബ്ലീഡിംഗ് ടെൻഡൻസി ഉണ്ട്. സോ അത്തരം സാധ്യതകളിൽ നിന്ന് മാറി നിൽക്കുക. എവിടെയെങ്കിലൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ബ്ലീഡിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ദെൻ ബ്ലീഡിംഗ് ടൈം വിൽ ബി ഇൻക്രീസ്. ബ്ലീഡിംഗ് കൂടുക എന്ന് പറയുമ്പോൾ ബ്ലീഡിംഗ് ടൈം, കുറെ നേരം ബ്ലീഡിംഗ് ഉണ്ടാകും. സോ അപ്പൊ നമ്മൾ ഞെക്കി പിടിച്ചൊക്കെ കുറെ നേരം പിടിക്കേണ്ടി വരും, നേരത്തേക്കാൾ കൂടുതൽ. സോ മുറിവുകൾ ഉണ്ടാതെ നോക്കുക. 1, 2 ഇപ്പൊ പല്ല് പറിക്കണമെന്ന് വിചാരിക്കുക. സോ അല്ലെങ്കിൽ പല്ല് എടുക്കുക, പല്ല് പറിക്കൽ എന്നാണോ എടുക്കൽ എന്നാണോ എന്നറിയില്ല. എന്തായാലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ നേരത്തെ വിവരം അറിയിക്കുക. അപ്പൊ ഡോക്ടർ 2-3 ദിവസം മരുന്ന് നിർത്തണം എന്നൊക്കെ പറയും. ദെൻ പ്രധാനപ്പെട്ട ശസ്ത്രക്രിയ അല്ലെങ്കിൽ സർജറി ഒക്കെ വേണ്ടി വരികയാണെങ്കിലും ഡോക്ടർ ചിലപ്പോൾ മരുന്ന് 5 ദിവസമോ അല്ലെങ്കിൽ 2-3 ദിവസമൊക്കെ നിർത്താൻ ആവശ്യപ്പെടുകയാണെങ്കിൽ നിർത്തേണ്ടി വരും. ഇല്ലെങ്കിൽ ചിലപ്പോൾ അല്ലാതെയും അവർ ഹാൻഡിൽ ചെയ്തേക്കാം. പക്ഷെ എന്നാലും സാധാരണ രീതിയിൽ നിർത്തും. കാരണം നമുക്കറിയാം ഇത് പ്ലേറ്റ്ലെറ്റ്സിനെ ഒരാഴ്ചയായിട്ട് ബ്ലോക്ക് ചെയ്ത് വെക്കുക. മിനിമം ഒരാഴ്ചയെങ്കിലും എന്തായാലും സമയം പിടിക്കും. ദെൻ രണ്ടാമത്തെ പ്രശ്നം, അതാണ് ബ്ലീഡിംഗ് മൂലമുള്ള പ്രശ്നമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രശ്നം. രണ്ടാമത്തെ ഒരു പ്രശ്നം അൾസറാണ്. ഈ അൾസറും ഹൈ ഡോസിൽ കൊടുക്കുമ്പോഴാണ് സാധാരണ ഉണ്ടാവുക കേട്ടോ. അല്ലാതെ നമ്മൾ ഈ 100 മില്ലിഗ്രാം ദിവസം കൊടുക്കുമ്പോൾ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. നമ്മൾ അതിൻ്റെ ഒപ്പം ഭക്ഷണത്തിന് ശേഷം കഴിച്ചാൽ, ആഫ്റ്റർ ഫുഡ് ആണെങ്കിൽ അത് വീണ്ടും കുറയും. ഭക്ഷണം വയറ്റിലുണ്ട്, സോ
സോ ദഹനേന്ദ്രിയത്തിൽ പ്രശ്നം ഉണ്ടാക്കാനുള്ള ചാൻസ് കുറവായിരിക്കും. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ സ്റ്റൊമക്ക് ആണ്, ഇത് നമ്മുടെ സ്റ്റൊമക്ക്, ഓക്കെ, GI സ്റ്റൊമക്ക് ആണെന്ന് പറയും. സ്റ്റൊമക്ക് ആസിഡിക് ആണെന്ന് നമുക്കറിയാം. മരുന്നോ ആസിറ്റൈൽ സാലിസിലിക് ആസിഡ്, രണ്ടും ആസിഡ് ആണ്. ഇപ്പൊ ഇവിടെ എത്തുമ്പോൾ ആസിഡ് പ്ലസ് ആസിഡ് ആകും. ആസിഡ് പ്ലസ് ആസിഡ് എന്ന് പറയുമ്പോഴത്തേക്കും കോമൺ അയോൺ എഫക്റ്റ് ആണ്. സോ ഇത് ഇവിടെയുള്ള GI മ്യൂക്കസ് സെല്ലിനകത്തേക്ക് കയറും. ആസിഡ് ആയിരുന്നു, അപ്പോൾ ഇപ്പോൾ വേഗം കയറാൻ പറ്റും. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദിസ് വിൽ ഇൻഹിബിറ്റ് കോക്സ്. ഞാൻ പറഞ്ഞു കോക്സ് ഇവിടെ എല്ലായിടത്തും ഉണ്ട്, ആകെ പ്ലേറ്റ്ലെറ്റ്സിൽ മാത്രമല്ല. ഇവിടെ കോക്സിന്റെ പണി മറ്റേതുപോലെ തന്നെയാണ്. PGE2 പ്രോസ്റ്റാഗ്ലാൻഡിൻ E2 ഉണ്ടാക്കലാണ്. പ്രോസ്റ്റാഗ്ലാൻഡിൻ E2ന്റെ ജോലി എന്താണ്? പ്രോസ്റ്റാഗ്ലാൻഡിൻ E2ന്റെ പണി ഒന്ന് ബൈകാർബണേറ്റ് കൂട്ടുക, രണ്ട് മ്യൂക്കസ് സെക്രീഷൻ വർദ്ധിപ്പിക്കുക, 3 ഇവിടെയുള്ള ഇൻക്രീസ്ഡ് ബ്ലഡ് ഫ്ലോ കൂട്ടുക. സോ ഇതെല്ലാം അൾസർ ഉണ്ടാവാത്ത രക്ഷിക്കുന്ന കാര്യങ്ങളാണ്. അൾസർ ഉണ്ടാവാതെ നമ്മളെ രക്ഷിക്കുന്ന ഗുണകരമായ കാര്യങ്ങളാണ്. അപ്പോഴാണ് ഇവിടെ അൾസർ ഉണ്ടാവുന്നത്. ഇവിടെ അൾസർ ഉണ്ടാകാൻ കാരണം എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇവിടെ HCl ഉണ്ട്, പിന്നെ പെപ്സിൻ, ഇത് രണ്ടും ഭയങ്കര ഡേഞ്ചർ സാധനമാണ്. സോ ഇതായിരുന്നു ഇതിനെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഇത് ഇൻഹിബിഷൻ നടന്നു. കോക്സിനെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ നോ PG. സോ അങ്ങനെയാണ് ഇത് അൾസർ ഉണ്ടാകുന്നത്. അൾസർ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ബ്ലീഡിംഗ് ഉണ്ടാവുന്നു, ഇത് വയറ്റിലോട്ട് ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പിന്നീട് നമ്മൾക്ക് സ്റ്റൂൾ ബ്ലാക്ക് ആയിട്ട് കാണാം. സ്റ്റൂൾ ബ്ലാക്ക് ആവും. അപ്പോൾ മലം കറുത്ത നിറത്തിൽ കാണുകയാണെങ്കിൽ അതിന്റെ അർത്ഥം GI ബ്ലീഡിംഗ് ഉണ്ട്. പിന്നെ ഇവിടെ ഭയങ്കര ബ്ലീഡിംഗ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അനീമിയ, ചെറിയ ബ്ലീഡിംഗ് ആണെങ്കിലും രക്തം പോയി കഴിയുമ്പോഴത്തേക്കും അനീമിയ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഏത് മരുന്നാണ് കൊടുക്കുക എന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് കൊടുക്കുന്ന പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ ആണ്. ഒമിപ്രസോൾ പോലെയുള്ള, അല്ലെങ്കിൽ ലാൻസോപ്രസോൾ പോലെയുള്ള, അല്ലെങ്കിൽ റബിപ്രസോൾ പോലെയുള്ള മരുന്നുകളാണ് ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത്. ഇതിന് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ പേര് മിസോപ്രോസ്റ്റോൾ എന്ന് പറയുന്ന മരുന്നാണ്. മിസോപ്രോസ്റ്റോൾ ഇസ് എ PGE1 അനലോഗ്. PGE1 അനലോഗ് ആണ്. ചെറിയ ഡോസിൽ മൈക്രോഗ്രാംസിലാണ് കൊടുക്കുക. സോ ഇറ്റ് ഈസ് യൂസ് ഫോർ സ്പെസിഫിക്കലി NSAIDs ഇൻഡ്യൂസ്ഡ് അൾസറിന് കൊടുക്കാവുന്ന ഒരു മരുന്നാണ്. നമുക്ക് പ്രോട്ടോൺ പമ്പാണ് ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഇനി വാട്ട് ആർ ദ പ്രിക്കോഷൻസ്? എന്തെല്ലാം മുൻകരുതലുകൾ നമ്മൾ ആസ്പിരിൻ കഴിക്കുമ്പോൾ എടുക്കുക? ലോ ഡോസ് ആയാലും കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്, ബ്ലീഡിംഗ് രോഗമുള്ള ആൾക്കാർ, എന്തെങ്കിലും ബ്ലീഡിംഗ് ആയിട്ടുള്ള രോഗം ഉണ്ടെങ്കിൽ, പൈൽസ് അല്ലെങ്കിൽ ഓൾറെഡി അൾസർ ഉണ്ട്, ഹീമോഫീലിയ, താലസീമിയ, എനിവേ ഒക്കെ റെയർ ആണ്, എങ്കിലും എന്തെങ്കിലും ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് നേരിട്ട് പറയുക. ഡോക്ടർ അത് ആദ്യമേ ചോദിക്കും. ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാരെ ഒഴിവാക്കുക. ദെൻ മറ്റ് ബ്ലീഡിംഗ് ഉണ്ടാകാവുന്ന മരുന്നുകളാണ് ഹെപ്പാരിൻ പോലെയുള്ള മരുന്നുകൾ, വാർഫാറിൻ. സോ ഇങ്ങനെയൊക്കെയുള്ള ഉപയോഗിക്കുകയാണെങ്കിൽ ആസ്പിരിൻ കഴിക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. ഡോക്ടറെ അടുത്ത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ അതനുസരിച്ച് എഴുതത്തുള്ളൂ. ദെൻ ഇന്റേണൽ ബ്ലീഡിംഗ് സാധ്യതയുള്ള ആൾക്കാർ, ഇപ്പോൾ ഉദാഹരണം അൾസർ, അവരൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ മലമൊക്കെ കറുത്തു പോകുന്നുണ്ടെങ്കിൽ അപ്പോഴത്തേക്ക് മരുന്ന് നിർത്തേണ്ടി വരികയാണെങ്കിൽ ഡോക്ടറെ പോയി ഉടനെ കാണും. ദെൻ നാലാമത്തെ, ഇപ്പോൾ ഡെങ്കി ഫീവർ ഒക്കെ ഉണ്ടെന്ന് വെച്ചു. ഡെങ്കി ഫീവറിന്റെ പ്രശ്നം എന്താ? പ്ലേറ്റ്ലെറ്റ്സ് ആണ് കുറയ്ക്കുക. പ്ലേറ്റ്ലെറ്റ്സ് കുറയ്ക്കുക. ഇതും പ്ലേറ്റ്ലെറ്റ്സിന്റെ എണ്ണമൊക്കെ കുറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ബ്ലീഡിംഗ് ചാൻസ് കൂടുതലായിരിക്കും. സോ കോംപ്ലിക്കേഷൻ, ആസ്പിരിൻ കഴിക്കുന്ന രോഗികളിൽ ഡെങ്കി ഫീവർ ഒക്കെ വന്നു കഴിഞ്ഞാൽ ബ്ലീഡിംഗ് കോംപ്ലിക്കേഷൻസ് ക്യാൻ ബി ഇൻക്രീസ്ഡ്. അങ്ങനെയൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. ദെൻ അഞ്ചാമത്തെ എന്ന് വെച്ചാൽ സ്ട്രോക്ക് ഉള്ള ആൾക്കാർ വളരെ ശ്രദ്ധിക്കേണ്ടത്. സ്ട്രോക്ക് ഇപ്പോൾ തലച്ചോറ് നമ്മൾ ഓൾറെഡി വരച്ചു, തലച്ചോറ് ഇങ്ങനെ വരച്ചു, ഓക്കെ. സോ ഇവിടെയാണ് ബ്ലീഡിംഗ് ഉള്ളത്. ഇവിടെ ബ്ലീഡിംഗ് വരാനുള്ള കാരണം മിക്കവാറും ഹൈപ്പർ ടെൻഷൻ മൂലം, BP കൂടുന്നതുകൊണ്ടാണ് അവിടെയുള്ള ബ്ലഡ് വെസൽ പൊട്ടുക. സോ ഹൈപ്പർ ടെൻഷൻ എപ്പോഴും കൺട്രോൾ ചെയ്ത് വെക്കുക ഇങ്ങനെയുള്ള ആൾ. കാരണം ബ്ലീഡിംഗ് വീണ്ടും വന്നാൽ, ഇപ്പൊ നമ്മൾ മരുന്നും കൂടി കഴിക്കുകയാണ്, അപ്പോൾ കൂടുതൽ ബ്ലീഡിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. സോ ഹൈപ്പർ ടെൻഷൻ ഷുഡ് ബി കൺട്രോൾഡ്. സ്ട്രോക്ക് വന്ന ആൾക്കാരിൽ, പോസ്റ്റ് സ്ട്രോക്ക് പേഷ്യൻസിൽ എപ്പോഴും ഹൈപ്പർ ടെൻഷൻ കൺട്രോൾഡ് ആക്കി വെക്കുക എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് കാര്യം. ഇനി സാധാരണ രീതിയിൽ കുട്ടികളിൽ ഈ മരുന്ന് കൊടുക്കാറില്ല. 12 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഇത് പനിക്കോ അതിനൊന്നും കൊടുക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ റേസ് സിൻഡ്രോം പനിയൊക്കെ വരുന്നത് വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ആസ്പിരിൻ സാധാരണ 12 വയസ്സിൽ താഴെയുള്ള പിള്ളേരിൽ കൊടുക്കാറില്ല. ദെൻ ഗർഭിണികളിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗർഭിണികളിൽ കൊടുക്കാൻ പാടില്ല. സോ ഇൻ പ്രഗ്നൻസി ഈ മരുന്ന് കൊടുക്കാൻ പാടില്ല. എക്സെപ്റ്റ് നമുക്ക് പറഞ്ഞു ചില കണ്ടീഷനിൽ നമുക്കിത് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഏതായിരുന്നു? പ്രീ എക്ലാംസിയ പോലെയുള്ള കണ്ടീഷനിൽ ഇത് അത്യാവശ്യം യൂസ് ചെയ്യും. അല്ലാത്ത ഒരു കേസിലും എന്തുകൊണ്ടായിരിക്കും? പ്രഗ്നൻസിയുടെ അവസാന ടൈമിലാണ് കഴിക്കുന്നതായിരിക്കും അല്ലെ. ഇപ്പോൾ പ്രഗ്നൻസിയുടെ അവസാന ടൈമിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് കുട്ടി പുറത്തേക്ക് വരുമ്പോൾ ബ്ലീഡിംഗ് ഉണ്ടാവും. സോ ഇതിങ്ങനെ തുടർന്ന് ഭയങ്കര ഹെവി ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകുക. ദെൻ ഹൈ ഡോസിലെ പ്രശ്നമാണ്. സ്മോൾ ഡോസിൽ അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. ഹൈ ഡോസിലാണെങ്കിൽ ആസ്മ ഉള്ള ആൾക്കാരിൽ ഒഴിവാക്കേണ്ടി വരും. ആസ്മ ഉള്ള കേസ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ബിക്കോസ് അവിടെ ഇപ്പോൾ നമ്മൾ ഒരു ഭാഗം തടയുമ്പോൾ മറ്റു ഭാഗം കൂടും അല്ലെ. ഇവിടുത്തെ എൻസൈംസിനാണ് കോക്സ് വഴി തടയുക. അപ്പോൾ ലിപ്പോക്സിനേസ് എന്നൊക്കെ പറഞ്ഞ എൻസൈമിന്റെ ആക്ഷൻ കൂടാൻ ചാൻസ് ഉണ്ട്. സോ ഇതുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ ആസ്മയൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ലോ ഡോസ് ആസ്പിരിൻ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല ആസ്മയിൽ. എങ്കിലും ആസ്മക്കാരൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. സോ ഇത്രയൊക്കെയാണ് നമുക്ക് ആസ്പിരിനെ കുറിച്ച് പറയാനുള്ളത്. സോ അടുത്ത വീഡിയോയിൽ നമ്മൾക്കപ്പോൾ ക്ലോപ്പിഡോഗ്രലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ക്ലോപ്പിഡോഗ്രൽ ആൻഡ് സിമിലർ പല മരുന്നുകൾ നമ്മൾ കണ്ടു. സോ വിൽ ടോക്ക് അബൌട്ട് ക്ലോപ്പിഡോഗ്രൽ. സോ
സോ താങ്ക് യു ഫോർ വാച്ചിങ്.